പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റുമായി ഇപ്പോൾ സംസാരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച നടന്നു. ഈ സംഘർഷത്തിലെ ആശങ്ക അത് പ്രധാനമന്ത്രി ഇറാനിയൻ പ്രസിഡന്റിനെ അറിയിച്ചു എന്നിപ്പോൾ വാർത്തകൾ വരുന്നു. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ സംഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി അച്യുതൻ? ഉന്മേഷ്, പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായി സംസാരിച്ചിരിക്കുന്നത്. ആ ഒരു ആശയവിനിമയത്തിൽ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഇരു രാഷ്ട്ര തലവന്മാരും സംസാരിക്കുകയുണ്ടായി എന്നാണ് നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആശങ്ക പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ നിലവിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് നയതന്ത്ര സംഭാഷണത്തിലൂടെ അതിനൊരു വഴി കണ്ടെത്തണം എന്നുകൂടി നരേന്ദ്രമോദി പറയുന്നുണ്ട് ഈ ഒരു സംഭാഷണത്തിൽ. ഒപ്പം തന്നെ പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവയും എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം. നയതന്ത്ര തലത്തിൽ തന്നെ അത്തരം സംഭാഷണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി പ്രധാനമന്ത്രി ഇറാനിയൻ പ്രസിഡന്റിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴത്തിലുള്ള ആശങ്ക ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പൊതുവെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ US കൂടി അതിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ അവസ്ഥ സങ്കീർണമാകും എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ ഇടപെടൽ വേണം, അവിടെ സുസ്ഥിരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? പ്രധാനമന്ത്രിയുടെ ഈ സംഭാഷണം അത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിക്കുമോ അച്യുതൻ? ഉന്മേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അതിനായിട്ടുള്ള സംഭാഷണങ്ങൾ അത് നയതന്ത്ര തലത്തിൽ തന്നെ നടത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇതിലേതെങ്കിലും തരത്തിൽ ഇന്ത്യ ഈ സമാധാന ചർച്ചകൾക്ക് ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ അതിന്റെ ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിലവിലെ ഈ സാഹചര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ഇന്ത്യ അറിയിക്കുകയാണ്. ഇനിയുള്ള ഈ സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം. അതിന് നയതന്ത്ര തലത്തിൽ മാത്രമേ അത്തരം നടപടികൾ സാധ്യമാകൂ. അതിനു വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ വേണം എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റിനോട് ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നത്. നിലവിൽ ഇനിയുള്ള മണിക്കൂറുകൾ അത് സ്വാഭാവികമായും നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ അത് പൊതുവെ മറ്റ് രാഷ്ട്രങ്ങളെ കൂടി ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗത്തിൽ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ അത് ലഘൂകരിക്കാൻ, അവിടുത്തെ സംഘർഷ സാഹചര്യങ്ങൾ കുറയ്ക്കുവാൻ വേണ്ട നടപടികൾ, അത് ഈ സംഭാഷണങ്ങൾ, നയതന്ത്ര സംഭാഷണങ്ങളിലൂടെ അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായുള്ള സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉന്മേഷ്, ഇന്ന് നമ്മൾ ഈ അമേരിക്ക കൂടി വിഷയത്തിൽ ഇടപെടുമ്പോഴാണല്ലോ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രയേലിന് നേരെ തിരിയുന്നു, ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഈ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സംഗതി ഒന്നുകൂടി വഷളാണ്. അപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഈ സംഘർഷ ലഘൂകരണത്തിലേക്ക് നയിക്കുമെന്ന് കരുതാൻ കഴിയുമോ അച്യുതൻ? ഉന്മേഷ്, അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ വേണമെങ്കിൽ വിലയിരുത്താം. കാരണം നേരിട്ട് തന്നെ ഇറാനിയൻ പ്രസിഡന്റ് ഫോൺ സംഭാഷണം നടത്തുകയും സാഹചര്യങ്ങളെ കുറിച്ച് ഇരു നേതാക്കളും വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി ട്വീറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇറാനിയൻ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ഈ മേഖലകളിലെ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ സംഘർഷ സാഹചര്യങ്ങൾ, അത് വഷളായിക്കൊണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറുകൾ, ഇതിലുള്ള ആശങ്ക കൃത്യമായി തന്നെ പ്രധാനമന്ത്രി ഇറാനിയൻ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇനി കുറയ്ക്കണമെങ്കിൽ, അത് ലഘൂകരിക്കണമെങ്കിൽ അവിടെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ നടത്തണം. അതായത് സംഭാഷണങ്ങളിലൂടെ, ഇറാൻ ഇസ്രായേൽ US സംഭാഷണങ്ങളിലൂടെ മാത്രമേ അത് കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്നാലേ ഈ മേഖലയിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും കൈവരിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അപ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ വേണമെങ്കിൽ വിലയിരുത്താം. എന്താണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള
സമാധാന ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുമോ എന്നതാണ് കാണേണ്ടത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ US കൂടി ഇറാനെതിരെ ആക്രമണമായി രംഗത്ത് വന്നതോടുകൂടി ഇനിയുള്ള മണിക്കൂറുകൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ശരി, അതിനിടയിലാണ് ഇപ്പോൾ അച്യുതൻ ഈ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഇടപെടൽ അത് സംഘർഷ ലഘൂകരണത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാവുകയും ചെയ്യും.